പൊതുവിജ്ഞാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാര്? ജസ്റ്റിസ് എച്ച്.എൽ. ദത്തു. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആര്? രാധാകൃഷ്ണ മാത്തൂർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? നസീം സേതി. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ലളിത കുമാരമംഗലം. ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്? മഹാരാഷ്ട്ര. കേന്ദ്ര ഗ്രാമീണ മന്ത്രാലയം നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏത്? സിക്കിം. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ പദ്ധതി ആരംഭിച്ചത് എവിടെ? കൊച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ 2016 തുറന്നതെവിടെ? മുല്ലപ്പെരിയാർ. മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതെന്ന്? 2016 സെപ്റ്റംബർ 4. ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ആര്? ഉർജിത് പട്ടേൽ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? സൗജന്യ പാചകവാതക കണക്ഷൻ. പണം പിൻവലിക്കാൻ ആധാർ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? അപ്ന ധൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാര്? EMS നമ്പൂതിരിപ്പാട്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ഏത് നവോത്ഥാന നായകനാണ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീമതി എന്ന വനിതാ മാസികയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? അന്ന ചാണ്ടി. യുദ്ധം തുടങ്ങുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേദം ഏത്? അഥർവവേദം. എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നുപോകുന്നു? 6. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി വീതി എത്രയാണ്? 100 കിലോമീറ്റർ. ഇന്ത്യയുടെ കോളനി ഭരണം അവസാനിപ്പിച്ച് ഏറ്റവും ഒടുവിലായി മടങ്ങിയ യൂറോപ്യന്മാർ? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ അൽമേഡ. വാസ്കോഡ ഗാമ അന്തരിച്ചത് എവിടെ വെച്ച്? കൊച്ചിയിൽ. മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം പണിതതാര്? പോർച്ചുഗീസുകാർ. ഇന്റർപോളിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലെ ലിയോൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? ബാംഗ്ലൂർ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകര. പോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാര്? ഇട്ടി അച്യുതൻ. കേരളീയ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് ആര്? വൈകുണ്ഠസ്വാമികൾ. വില്ലുവണ്ടി സമരം നയിച്ചതാര്? അയ്യങ്കാളി. തൈക്കാട് അയ്യാഗുരുവിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? സുബ്ബരായർ. ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ എന്നീ വ്യവസായങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ വിദേശിയാര്? ഡച്ചുകാർ. ആദ്യത്തെ തുറന്ന ജയിൽ പ്രവർത്തനം ആരംഭിച്ച വർഷമേത്? 1962. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയുടെ ശില്പിയാര്? പിങ്കാലി വെങ്കയ്യ. ഇന്ത്യയിലെ പതാക നിർമ്മാണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകത്തിലെ ഹുബ്ലിയിൽ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.